പ്രാണമാണ് ശ്രീമദ് ഭഗവത്. അപ്പോൾ നമ്മളെ പ്രാണാവണം ശ്രീമദ് ഭഗവത്. അതാണ് ഇത് ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് പറയുന്നത്, പ്രാണഹേത പ്രസാദ. ഭാഗവത നമ്മളെ പ്രാണാവുകയാണെങ്കിൽ നമ്മൾ 100% ആയിട്ട് പ്രചാരിച്ചു. അപ്പോൾ പ്രാണഹേത പ്രസാദ പ്രാണ ഭാഗവത പ്രാണ ഉണ്ടെങ്കിൽ, ഭാഗവത പ്രാണ ഇല്ലെങ്കിൽ ഭഗവതിയുടെ പ്രാണ ഇല്ല. ഇത് ജസ്റ്റ് മെറ്റീരിയൽ പ്രാണാണ്. പ്രാണദേവ ആരാണ്? ആഞ്ജനേയ സ്വാമി. പ്രാണദേവ വലിയ ഭക്തനാണ്. ഇന്ന് ഞാൻ ആർക്കും പറയാമായിരുന്നു, നമ്മൾ എത്ര ഐശ്വര്യം വെച്ചത് എന്ന കാര്യമാണ്. രാവണന്റെ അടുത്ത് എത്ര ഐശ്വര്യം ഉണ്ടായിരുന്നു. നമ്മളെ അടുത്ത് 1/2 കിലോ 1/4 കിലോ സ്വർണ്ണം ഉണ്ടാവും, 1/2 കിലോ സ്വർണ്ണം ഉണ്ടാവും, 1 കിലോ സ്വർണ്ണം ഉണ്ടാവും. ലങ്ക തന്നെ സ്വർണ്ണമായിരുന്നു. എന്ത കാര്യമാണ് അത്? ആഞ്ജനേയ സ്വാമി അടുത്ത് ഉണ്ടാവും ഒരു കൗപ്പിനുണ്ട്. അപ്പോ നമ്മളടുത്ത് ഭഗവാനുണ്ടാവും. എത്ര ഐശ്വര്യം എടുത്തിട്ട് കാര്യം. നമ്മളെ രാവണന്റെ രാഷ്ട്രീയ പദത്തിലുള്ള പോകുമ്പോൾ നമ്മൾ ആഞ്ജനേയ സ്വാമി പദത്തിൽ എനിക്ക് വേണ്ടിയിട്ട് ഒന്നുമായി ഒരു കൗപ്പിനും ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം അതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആഞ്ജനേയ സ്വാമിനെ പൂജിക്കുന്നത്. നമ്മൾ ആർക്കായാലും ഒരു മോശമുള്ള ആളാണ് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര വിഷമാണെങ്കിൽ എന്താ പറയും, രാവണ പോലെ ചെയ്യണ്ട. അപ്പോ ഇത്ര ഐശ്വര്യം എടുത്തിട്ട് പിന്നെ എത്ര ഇന്റലിജന്റ് ഉണ്ടായിരുന്നു രാവണ അറിയോ? ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അവൈലബിൾ രാവണ. എല്ലാ ശാസ്ത്രങ്ങളും അറിഞ്ഞിട്ട് അത്ര ഐശ്വര്യ വെച്ചിട്ട് അത്ര ഒരു ശിവലിംഗ കൊണ്ടുവരുന്ന അത്ര തപശക്തി ഉണ്ടായിട്ടോ ഓരോ കാര്യങ്ങളും. പക്ഷെ ഭാഗവതത്തിൽ വരും 5th canto ആഞ്ജനേയ സ്വാമി ശ്രീരാമചന്ദ്രന് പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകം നമ്മുടെ കണ്ണിൽ വന്നു. ആഞ്ജനേയ സ്വാമി പറയുന്നതാണ്, നമുക്ക് ഓരോ യോഗ്യതയും നമുക്ക് നന്നായിട്ട് പറയാറില്ല, നമുക്ക് ശരീരം ഒരു സംസ്കാരമില്ല, ഒന്നുമില്ല, നമുക്ക് സൗന്ദര്യമില്ല. പക്ഷെ നിങ്ങൾ ഇത്ര ദയാമയാണ് നമ്മളടുത്ത് ഇങ്ങനെ സേവ സ്വീകരിക്കുന്നത്. നമ്മളങ്ങനെ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഓരോ യോഗ്യതയില്ല, നമുക്ക് ഓരോ ഐശ്വര്യമില്ല, ഒന്നുമില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭു അത്ര കാരുണ്യം കാണിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സേവ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ അത്ര കാരുണ്യം കാണിച്ചിട്ട് ഭാഗവത രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭാഗവതം അത്ര സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മൾ ഭാഗവതത്തിലെ സാക്ഷാത് കൃഷ്ണ തന്നെയാണ്. 1st canto നമ്മൾ പിടിക്കുമ്പോൾ ഭഗവാന്റെ തിരുവടികളാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. നമ്മൾ വായിക്കുമ്പോൾ കുന്തിമാരാണ്. ഇപ്പോൾ 7th canto വരും, രാക്ഷസന്മാരുടെ കുട്ടികൾ പോലെ വൈഷ്ണവായി എങ്ങനെ പ്രഹ്ലാദ് മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രഹ്ലാദ് മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻസ് വിത്ത് പ്രഭുപാദ് ഭക്തിവേദാന്ത പർപ്പഡ്സ് നമ്മളെ രാക്ഷസന്മാരുടെ കുട്ടികളാണെങ്കിലും നമ്മൾ വൈഷ്ണവാവില്ല. പ്രഹ്ലാദ് മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻ മാത്രമല്ല പ്രഭുപാദയുടെ ഭക്തിവേദാന്ത പർപ്പഡ്സ്. പിന്നെ അത് മാത്രമല്ല, ഒരു പ്രഹ്ലാദ് മഹാരാജ് ഒരു മഹാജനാണ്, ബലി മഹാരാജിന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ ഒരു മഹാജനാണ്, ശിവന്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, പിന്നെ ഒരു മഹാജനാണ്, ഭീഷ്മ പിതാമഹയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നല്ല 12 മഹാജനങ്ങളുടെ ഇൻസ്ട്രക്ഷൻ വിത്ത് ഭക്തിവേദാന്ത പർപ്പഡ്സ്. നമ്മളെ വൈഷ്ണവാവിന്റെ പ്രശ്നമാണ്. പ്രീഫേസിലോ പ്രഭുപാദം പറയാണ്, 9ാമത്തെ സ്കന്ധ പഠിച്ച് തീരുമ്പോൾ 100% നിങ്ങൾ കൃഷ്ണ കോൺഷ്യസ്. നമ്മൾ മാല ജപിക്കുന്നത്, ബ്രഹ്മോത്സവത്തിൽ വരുന്നത്, സൺഡേ പ്രോഗ്രാമത്തിൽ പോകുന്നുണ്ട്, ഏറ്റവും സീനിയർ ഡിയോടെ അടുത്ത് നമ്മൾ ഗൈഡൻസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വൈഷ്ണവാവുന്നത്? പ്രഭുപാദ് പറയുന്നുണ്ടോ, ജസ്റ്റ് ഭാഗത്ത് വായിച്ചാൽ മതി. പ്രഭുപാദത്തിന്റെ വേറെ ഓരോ ക്വാളിഫിക്കേഷനുമാണ്. നമ്മൾ ഭഗവത്ഗീത വായിച്ചതിന് ശേഷം ഭാഗത്ത് വായിക്കണം, അങ്ങനെ ഒന്നും ചെറിയ പുസ്തകം വായിച്ചതിന് ശേഷം ഭാഗത്ത് അങ്ങനെ ഒന്നുമില്ല. പ്രഭുപാദ് പ്രീഫേസിൽ തന്നെ പറയാം, ഒറ്റ ക്വാളിഫിക്കേഷന് ഭാഗത്ത് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1st canto തൊട്ട് ഓരോ ശ്ലോകം, പിന്നെ അവരുടെ ശബ്ദത്തിൻ്റെ അർത്ഥം, അവരുടെ ട്രാൻസ്ലേഷന് പുറപ്പെട്ട് പിന്നെ അടുത്ത ശ്ലോകം ഇങ്ങനെ പോകണം. ഇതേ ഒരു ക്വാളിഫിക്കേഷൻ, വേറെ ഓരോ ക്വാളിഫിക്കേഷനുമല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ പഠിച്ചാൽ ഭഗവാൻ എത്ര ഒരു കാരുണ്യമാണ്. കൃതയുഗത്തിലെ ദ്വാപരയുഗത്തിൽ എത്ര തപസ്യ ചെയ്തിട്ട് ഭഗവാനെ കാണുന്നു. ഇപ്പോൾ ഭാഗവത രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നുണ്ട്, ഭാഗവത രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഭഗവാൻ
ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് അത് ഏതാളായാലും കുഴപ്പമില്ല, 9th ക്യാൻഡോ തീരുന്ന സമയത്തിൽ അവർ 100% കൃഷ്ണ കോൺഷ്യസ് ആവും. എന്തുകൊണ്ട് പ്രഭുപാദ് ഇങ്ങനെ പറയുന്നതാണ്, കൃഷ്ണലീല നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആവാതെ നമുക്ക് മനസ്സിലാവില്ല. ഏത് ആള് കൃഷ്ണ കോൺഷ്യസ് ആണ് അവർക്ക് മാത്രം 10th ക്യാൻഡോ മനസ്സിലാവും. പിന്നെ പ്രഭുപാദ് പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് 9th ക്യാൻഡോ വൺ ഈസ് ഷുവർ ടു ബിക്കം ഗോഡ് കോൺഷ്യസ്. ഈ ഷുവർട്ടി ആര് കൊടുക്കും? വേറെ ഓരോ ക്വാളിഫിക്കേഷനും വേണ്ട, വർക്ക് പഠിച്ചാൽ മതി. നമ്മളൊരു ചെറിയ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10th സർട്ടിഫിക്കറ്റ്, അതിന് എന്തായാലും വില ഉണ്ട്. ആ 10th സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ചോദിക്കും? ആ ജസ്റ്റ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് ചോദിക്കും. ആ 10th സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 10 വർഷം ഏതേതോ ബുക്സ് പഠിക്കും. ഇപ്പോൾ നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ട് വൈഷ്ണവാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രഭുപാദിന്റെ ബുക്സ് വായിക്കാൻ പറ്റില്ല. പ്രഭുപാദിന്റെ ബുക്സ് വിട്ടിട്ട് വേറെ എല്ലാ ബുക്സ് വായിക്കുന്നത് പനിഷ്മെന്റാണ്. നമ്മൾ ഏതോ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെ കൊണ്ട് നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. പ്രഭുപാദിന്റെ ബുക്ക് വായിക്കുന്നത് നമുക്ക് വരാൻ ബ്ലെസ്സിങ്സ് ആണ്, ശരിക്കും ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ ഇതെല്ലാം വേണ്ടാത്ത ബുക്സ് എല്ലാം വായിച്ചിട്ട് നമുക്ക് ആ വായിക്കുന്നതേ ഒരു പേടിയുണ്ട്. പക്ഷെ ഭാഗവത അങ്ങനെയല്ല. നിഗമ കൽപ്പത്തോട് ഗണിതം അമൃതാണ്. ഓരോ പേജ് വായിച്ചാൽ ഇനി ഒരു പേജ് വായിക്കട്ടെ, ഇനി ഒരു പേജ് വായിക്കട്ടെ, ഇനി ഒരു പേജ് വായിക്കട്ടെ, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മളടുത്ത പ്രഭുപാദിന്റെ ഇതുണ്ടല്ലോ, പ്രഭുപാദിന്റെ ലെക്ചർ ഡിവൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കുന്ന മുമ്പ് ഞാൻ ഒരു ദോശ ചെയ്യുമ്പോൾ ഒരു ദോശ അത് ആവാൻ വേണ്ടിയിട്ട്, അതിന് ഉൾട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സമയം ഉണ്ടാവില്ല. ആ സമയത്തിൽ ഞാൻ ഭാഗത്ത് വായിക്കുന്നത് അവിടെ കിച്ചണിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ വെക്കാം, പിന്നെ ഇങ്ങനെ ചെയ്യാം, അതിന് വായിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. എന്നോട് പറഞ്ഞാൽ പ്രഭുപാദ് ലെക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ ഓണാക്കാം. കിച്ചണിൽ ഒരു ഡിവൈസ് ഉണ്ട്, കാറിൽ ഒരു ഡിവൈസ് ഉണ്ട്, എൻ്റെ OPD ഒരു ഡിവൈസ് ഉണ്ട്, പിന്നെ അങ്ങ് ഹാളിലൊരു ഡിവൈസ് ഉണ്ട്, എല്ലായിടത്തും. പിന്നെ നമ്മൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ആ സമയം കളയണ്ടല്ലോ. അപ്പോൾ കിച്ചണിൽ പോയിട്ട് പെട്ടെന്ന് കാണാം. പിന്നെ പുറത്ത് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഓഫാക്കിയിട്ട് പിന്നെ ഇവിടെ പുറത്ത് വന്നാലും പുറത്തെ ഡിവൈസ് ഉണ്ട്, അങ്ങനെ കളിക്കുന്നത്. അതിന് മുമ്പ് എവിടെ സമയം കിട്ടുവാണെങ്കിലും അപ്പോൾ ഭാഗത്ത് വായിക്കും. ഓരോ പ്രാവശ്യം നമ്മൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്കൂളിൽ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കും. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ സ്റ്റേജിൽ പോയിട്ട് കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, ഞാൻ ബാക്കിൽ ഇരിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഭാഗത്തുമുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഇരുന്നിട്ട് പഠിച്ചു ഫുള്ള്. പിന്നെ അടുത്ത ഇരിക്കുന്ന ആൾ മുസ്ലിം ആയിരുന്നു. അപ്പോൾ ആൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അലുമേഡം അവർ മൈക്കിൽ ഇങ്ങനെ പറയുകയാണ്, ഇത്ര വലിയ ശബ്ദം ഉണ്ടാക്കുവാണ്, അവർ എങ്ങനെ പഠിക്കുക, എന്തോ ഒരു ഗ്രേറ്റാണ്. ഞാൻ പറഞ്ഞു ആ ഗ്രേറ്റ് അതായത് പുസ്തകമാണ് ഗ്രേറ്റ്, ഭാഗത്താണ് ഗ്രേറ്റ്, അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. ആൾ ഇത്ര ഇൻസ്പയർ ആയിട്ട് മുസ്ലിമാണ്. പിന്നെ അവരുടെ കോളേജിൽ പോയിട്ട് നമ്മൾ എന്തായാലും ലൈബ്രറിയിലെ ഭാഗത്തും എടുക്കണം പറഞ്ഞു. പിന്നെ അവർ കോളേജ് ലൈബ്രറിയിലെ ഭാഗത്തും എടുത്തു. പിന്നെ ഞാൻ അവിടുന്ന് പുഷ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കണം, വീട്ടിൽ പ്രശ്നങ്ങളായിട്ട്. പക്ഷെ ആ ആള് ഭയങ്കര ജസ്റ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ട് അപ്പോൾ എന്നോട് വെറുതെ സമയം കളയണം. ഞാൻ മീറ്റിങ്ങിൽ പോകും, ഡോക്ടേഴ്സ് മീറ്റിംഗ് ഉണ്ടാവും, മന്ത്ലി മീറ്റിംഗ് റിപ്പോർട്ട് അതും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ പോകുമ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്നെ വിളിക്കുമ്പോൾ റിപ്പോർട്ട് പറയും. അതുവരെയാണ് ഭാഗത്ത് വായിക്കുന്നത്. എല്ലാവർക്കും പറയും, ആരും ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ എൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഭാഗത്ത് തുറന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ വായിക്കുന്ന പുസ്തകം ഉണ്ടാവും, എപ്പോഴും. ഞാൻ എവിടെ പോകുവാണെങ്കിലും. പിന്നെ അവിടെ പോകുമ്പോൾ എനിക്ക് കയ്യിൽ ഭാഗത്തും കൃഷ്ണ ഉണ്ടല്ലോ, അടുത്ത കൃഷ്ണ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഭഗവാൻ രക്ഷിക്കും. അങ്ങനെ ശരിക്ക് ഇപ്പോൾ പ്രഹ്ലാദ് മഹാരാജ് നരസിംഹസ്വാമി ആരാധ്യ ദൈവമാണ്. പ്രഹ്ലാദ് മഹാരാജ് അറിയാം, മത്സ്യകുർമ്മവര, നരസിംഹ, കൃഷ്ണ എല്ലാവരും. പക്ഷെ അവരുടെ ആരാധ്യ ദൈവമാണ് നരസിംഹസ്വാമി. അതേപോലെ എല്ലാ കലിയുഗ ജീവികൾക്ക് ആരാധ്യ ഭാഗവതമാണ്. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ ഉദ്ധാരം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഹ്ലാദ് മഹാരാജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ರೂಪಾಣ ನರಸಿಂಹ ಕಲಿಯುಗ ಬದ್ಧಜೀವಿಗಳನ್ನ ರಕ್ಷಿക്കാൻ വേണ്ടിയിട്ട് വന്ന ರೂಪಾಣ ഭാഗവതം. കൃഷ്ണേ സ്വധാമോപഗതി ധർമ്മജ്ഞാനാദിവിധ കലൗ നഷ്ടദൃശാമേഷു പുരാണാർക്കോ അഭിനയിക്കുക. കൃഷ്ണ സ്വധാമത്തിൽ പോയപ്പോൾ ഇവിടെ കലിയുഗത്തിൽ എല്ലാം അന്ധകാരമാണ്. ഇപ്പോൾ രാത്രി വരും. അപ്പോൾ നമ്മൾ അറിയുന്ന റോഡിൽ പോവുകയാണെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല.
എവിടെ പോവും, എവിടെ അടിക്കുമോ, എവിടെ തട്ടുമോ, ഇല്ല പാമ്പ് വരുമോ, ഇല്ല ഭൂത പിശാചുകൾ വരും, ഇതെല്ലാം പേടിയുണ്ട്. അതേ രാവിലെ സൂര്യ വന്നെങ്കിൽ നമുക്ക് ഒരു പേടിയില്ല, എല്ലാം നന്നായിട്ട് കാണും. സൂര്യദേവനെ കാണാൻ പറ്റും, നമ്മളെ കാണാൻ പറ്റും, നമ്മളെല്ലാം പുറത്ത് കാണാൻ പറ്റും. അതേപോലെ നമ്മളെ ജീവിതത്തിൽ ഭാഗവത സൂര്യ വന്നാൽ നമ്മൾ ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാന് ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സൂര്യനും സർവഭൂതമാണ്. ഭഗവാനെ ആസ്വദിച്ച് കാണാൻ പറ്റും. പിന്നെ നമ്മളെ കാണാൻ പറ്റും എങ്ങനെ ജീവന സ്വരൂപം കൃഷ്ണയുടെ നിത്യദാസ. ഇങ്ങനെ നമുക്ക് റിയലൈസേഷൻ, അതാണ് നമ്മൾ കാണുന്നത്. നമ്മളെ കണ്ണടി മുമ്പ് നീങ്ങിട്ട് നല്ല സ്മാർട്ടാണ് ഇതെല്ലാം കാണുന്നത്. ഞാൻ കൃഷ്ണ ഭക്താണ്, എൻ്റെ സ്വരൂപ കൃഷ്ണ ഭക്താണ്, എൻ്റെ ഡ്യൂട്ടി കൃഷ്ണദാസ്യാണ്. ഇതെല്ലാം എൻ്റെ ഡ്യൂട്ടി അല്ല, എൻ്റെ ഡ്യൂട്ടി കൃഷ്ണദാസ്യാണ്. ഇതാണ്. ഇത് നമ്മളെ എല്ലാ ലോകത്തിലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. എങ്ങനെ കറക്റ്റായിട്ട് കാണാം? ഭാഗത്ത് വരുമ്പോൾ മുമ്പ് നമ്മളെങ്ങനെ കാണും? ഇവിടെ നല്ല പാനിപ്പുറി ഉണ്ട്, നന്നായിട്ട് കഴിക്കാം. അവിടെ നല്ല ഒരു റോസ് ഉണ്ട്, നല്ല മുടിയിലിടാം. അവിടെ നന്നായിട്ട് ഇങ്ങനെ അത് നോക്കുന്നത് ശരിക്കും നോട്ടാണ്. പക്ഷെ ഭാഗത്ത് വന്നതിന് ശേഷം നമ്മളെ കറക്റ്റ് വിഷൻ കിട്ടും. എല്ലാ ലോകം ഭഗവാന്റെ ആണ്. അപ്പോൾ എല്ലാ ഭഗവാന്റെ സേവനം നമ്മൾ യൂസ് ചെയ്യണം. ഈ ശരീരം ഭഗവാന്റെ ആണ്. പ്രഭുപാദ് പറയും, നമ്മളെ പറയും ഇത് കൈ എൻ്റെ കൈയാണ്, ഞാൻ ആർക്കായാലും അടിക്കാൻ പറ്റും. പക്ഷെ പാരലിസിസ് ആവുകയാണെങ്കിൽ എൻ്റെ കൈയല്ല. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല? ഋഷികേശാണ്. നമ്മളെല്ലാം ഇന്ദ്രത്തിൻ്റെ സ്വാമി കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണ ആ ശക്തി കയറുവാണെങ്കിൽ മാത്രമേ. അപ്പോൾ അതെങ്ങനെ എൻ്റെ കൈ? ഇത് ഭഗവാന്റെ കൈയാണ്. പാരലിസിസ് ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ നാവ് ആരുടെയാണ്? ഈ കണ്ണ് ആരുടെയാണ്? കൃഷ്ണന്റെ ആണ്. അപ്പോൾ ഈ കണ്ണിന് നമ്മൾ എങ്ങനെ സേവ ചെയ്യണം? ഭഗവാന്റെ ഗ്ലോറീസ് മാത്രം പറയണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, പ്രസാദം കഴിക്കണം, ഭഗവാന്റെ കുറിച്ച് മാത്രം പറയണം. ഈ ചെവി ആരുടെയാണ്? ഇത് കൃഷ്ണന്റെ ആണ്. അപ്പോൾ ഈ ചെവിയിൽ ഭഗവാന്റെ ഗ്ലോറീസ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇന്റലിജൻസ് ആരോട് കൊടുത്തത്? ഹെഡ് ഇഞ്ചുറി ആയാലും എവിടെയാലും അടിച്ചിട്ട് ഹെഡ് ഇഞ്ചുറി ആയാലും ഇന്റലിജൻസ് എല്ലാം പോകും, ബ്രെയിൻ ഇത് ചെയ്യും. അപ്പോൾ ഈ ബ്രെയിൻ ഇപ്പോൾ നടക്കുന്നില്ല കൃഷ്ണന്റെ കഥകൊണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ, ഇന്റലിജൻസ്, മനസ്സ് എല്ലാം കൃഷ്ണന്റെ സേവനം തുടങ്ങണം. ആ മാർഗദർശനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ശ്രീമദ് ഭാഗവതം. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഏത് ദിവസം വരെ ഭാഗവതം ഏത് ആൾക്കാരുടെ ജീവിതത്തിൽ വരില്ല അതുവരെ അവർ അന്ധകാരത്തിൽ തന്നെയാണ്. അവർ IAS ഓഫീസർ ആയിരിക്കും, അവർ IPS ഓഫീസർ ആയിരിക്കും, അവർ CM ആയിരിക്കും, PM ആയിരിക്കും. പക്ഷെ ഭാഗവതം ജീവിതത്തിൽ വരുന്നവരെ അവർ അന്ധകാരത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഭാഗവതത്തിൻ്റെ ആശ്രയം എടുക്കണം. ഇതാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻസ്. കലിയുഗത്തിൽ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പറഞ്ഞാൽ ഭാഗവതത്തിനെ ആശ്രയിക്കണം. നമ്മളെ എത്ര പൈസ ഉണ്ടാക്കിയിട്ട്, എത്ര വലിയ വീട് ഉണ്ടാക്കിയിട്ട് രാവണ പോലെ വേസ്റ്റാണ്. ഓൾറെഡി ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര ഇൻ്റലിജൻറ്റ്, ഹിരണ്യകശിപു എത്ര ഇൻ്റലിജൻ്റ് ആണ്. രാവിലെ ഡേ ടൈമിലല്ല, നൈറ്റ് ടൈമിലല്ല, ഉള്ളിലല്ല, പുറത്തല്ല, എന്താ പറയുക ഇൻ്റലിജൻസ് അല്ലേ? എല്ലാം വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ മാർഗത്തിലെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യും. അതേ പ്രഹ്ലാദ് മഹാരാജ് നോക്കണം, ഒന്നും അറിയില്ല. എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഭഗവാൻ. അംബരീഷ് മഹാരാജ്, ദുർവാസമുനി, എത്ര ഒരു യോഗശക്തി ഉണ്ടാകും അല്ല? എത്ര യോഗശക്തിയാണ്. അവിടെ വൈകുണ്ഠം വരെ പോയിട്ട് വരുന്നവേ യോഗശക്തി. അംബരീഷ് മഹാരാജിന് ഒന്നുമില്ല. പക്ഷെ ഭഗവാൻ എപ്പോഴും രക്ഷിക്കുന്നു. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോ ഹരേ മന്ദിരമാർജന വിഷ്ണു. എങ്ങനെയായിരുന്നു? സവൈ മനകൃഷ്ണ പദാരവിന്ദ, മനസ്സ് എപ്പോഴും കൃഷ്ണന്റെ പാദാരവിന്ദ. വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, അതിൽ വൈകുണ്ഠനാഥന്റെ ഗുണ മാത്രമാണ്. കരോ ഹരേ മന്ദിരമാർജന, കൃഷ്ണന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയും എനിക്ക് ഇപ്പോൾ സമയമില്ല, എനിക്ക് ഇത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത്ര റെസ്പോൺസിബിലിറ്റി. അംബരീഷ് മഹാരാജിന് എത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും? പ്ലാനിറ്റിൻ്റെ രാജായിരുന്നു അംബരീഷ് മഹാരാജ്. പക്ഷെ ഭാഗത്തിൽ ഓരോ ശ്ലോകയില്ല അവർ ടെൻഷൻ എടുക്കാറില്ല, ഇത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ എപ്പോൾ പൂജിക്കില്ല. എപ്പോഴും സവൈ മനകൃഷ്ണ പദാണ്. മനസ്സ് എപ്പോഴും കൃഷ്ണൻ്റെ, ബാക്കി എപ്പോഴും കൃഷ്ണൻ്റെ ഗ്ലോറീസ് പറയുന്നു.
അപ്പോൾ ഇതെല്ലാം റോൾ മോഡൽസ് ആണ്. ഇപ്പോൾ മഹാജനേന ഗതസ്യ പന്ഥ, ഡിവോട്ടീസ് പോകുന്ന പാത്തിൽ നമ്മൾ പോകും. അപ്പോൾ ഡിവോട്ടീസ് ഇങ്ങനെ ഏത് പാത്തിൽ പോയിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോവാം അല്ലേ? നമുക്ക് റൂട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ എത്താം അവിടെ? ഇത് ശ്രീമദ് ഭാഗവതമാണ് റൂട്ട്. എല്ലാ മഹാജൻസും എല്ലാ ഡിവോട്ടീസും നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ല സംഘം വേണോ, ഭക്തന്മാർ സംഘം വേണോ, ഭാഗവതത്തിൽ അത്യുത്തമ ഭക്തന്മാർ സംഘടിക്കും. എല്ലാ ശുദ്ധ ഭക്തന്മാർ സംഘടിക്കും. കുന്തിദേവി ഉണ്ടോ, പരീക്ഷിത് മഹാരാജ് ഉണ്ടോ, പാണ്ഡവാസ് ഉണ്ടോ, ബലി മഹാരാജ് ഉണ്ടോ, പ്രഹ്ലാദ് മഹാരാജ് ഉണ്ടോ, ശീല പ്രഭുപാദരുടെ കർക്കാട്ട് ഉണ്ടോ, ശീല പ്രഭുപാദ്. ഇനി ഇതിനേക്കാളും നല്ല അസോസിയേഷൻ എവിടെ കിട്ടും നമുക്ക്? അല്ല, നമ്മളെ അസോസിയേഷൻ വീട് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും എല്ലായിടത്തും ഓടും. ഇവിടെ തന്നെ ഏറ്റവും നല്ല അസോസിയേഷൻ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് കാര്യം ചെയ്യുവാണെങ്കിലും സംഘാസഞ്ചായത്തെ കാമം, ഏത് സംഘത്തിൽ നമ്മൾ വരും അത് നമ്മൾ ഡെവലപ്പാകും. പ്രഭുപാദ് പറയുന്നു, നമ്മൾ വെള്ളം കുടിക്കുന്നവർ സംഘത്തിൽ പോയാൽ നമ്മൾ ഒരു ദിവസം 100% കൊടുക്കാനായിട്ട് മാറും. നമ്മൾ ഡിവോട്ടി സംഘത്തിൽ പോവുകയാണെങ്കിൽ 100% ഡിവോട്ടി ആയിട്ട് മാറും. നമ്മൾ ശുദ്ധ ഭക്തർ സംഘം ഭാഗവതത്തിലാണ്. ശുദ്ധ ഭക്തർ സംഘത്തിൽ വരുവാണെങ്കിൽ ഒരു ദിവസം ശുദ്ധ ഭക്തമായിട്ട് മാറും. അല്ലല്ല, അസോസിയേഷൻ ഓഫ് ശുദ്ധ ഭക്ത, അസോസിയേഷൻ ഓഫ് ശുദ്ധ ഭക്ത ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ എക്സാം എഴുതുന്നു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്യും. അപ്പോൾ ആൾക്ക് 40 മാർക്സ് കിട്ടുവാണെങ്കിൽ എനിക്ക് എത്ര മാർക്സ് കിട്ടും? എനിക്കൊരു 35 മാർക്സ് കിട്ടും മാക്സിമം. എത്ര നന്നായിട്ട് കോപ്പി ചെയ്താലും 40 മാർക്സ് കിട്ടും. അതേ നമ്മൾ 100 മാർക്സ് എഴുതുന്ന ആൾക്കാരുടെ കോപ്പി ചെയ്താലോ 100% ഡിസ്റ്റിങ്ഷൻ കിട്ടും. ഓരോ ഇതില്ലാതെ വിഷമില്ലാതെ ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ആ 100 മാർക്സ് എടുക്കുന്ന ആൾക്കാരാണ് ഭാഗവതത്തിൽ വരുന്നത്. പ്യൂർ ഡിവോട്ടീസാണ്. കുഴപ്പമില്ല, എൻ്റെ അടുത്തുള്ളവരെല്ലാം ഡിവോട്ടീസാണ്. പക്ഷെ എല്ലാവരും സാധക്കാരാണ്. അവരുടെ അസോസിയേഷൻ അവരുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്രമാത്രം നമുക്ക് കോപ്പി ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭാഗവതത്തിൻ്റെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100%. അവർ എത്ര മാർക്സാണ് അവർക്ക്? പ്രഹ്ലാദ് മഹാരാജിന് എത്ര മാർക്സാണ്? 100 മാർക്സ്. കുന്തി മഹാരാജിന് എത്ര മാർക്സാണ്? 100 മാർക്സ്. അംബരീഷ് മഹാരാജിന് എത്ര മാർക്കാണ്? ഏതായാലും കോപ്പി ചെയ്യണം, കുഴപ്പമില്ല, 100 മാർക്സാണ്. അപ്പോൾ പ്രഭുപാദർ പറയും, ഒരു പ്രാവശ്യം പ്രഭുപാദിനെ ആലോചിച്ചു, ഹൂ ഇസ് പ്യൂർ ഡിവോട്ടി? പ്രഭുപാദ് ടോൾഡ്, whoever follows pure devotee is a pure devotee. Just we have to follow. ശുദ്ധ ഭക്തന്മാരെന്ന് ആരെ ഫോളോ ചെയ്യും അവരെല്ലാവരും ശുദ്ധ ഭക്തന്മാർ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ എന്ത് ചെയ്തത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ ഫോളോ ചെയ്യാം അല്ലേ? അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടോ അതാണ് ഭാഗവത കഥ. ഭാഗവത കഥ എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ്? ഭഗവാൻ ഭക്തന്മാർ കൂടെ ചെയ്ത ലീലകളാണ് ഭാഗവതത്തിൽ. എല്ലാ ശുദ്ധഭക്തർ വരും. ആര് വരില്ല? ഏത് ശുദ്ധഭക്തൻ്റെ പേര് പറയും ഭാഗവതത്തിൽ. ഏത് ശുദ്ധഭക്തൻ, എല്ലാ ശുദ്ധഭക്തന്മാരും ഭാഗവതത്തിൽ. അതുകൊണ്ട് ഭാഗവതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സനാതൻ ഗോസ്വാമി പറയും, അസാധു സാധുതോദായി നദി നീച്ചോച്ചതകര. ശ്രീമദ് ഭാഗവതം അസാധുന സാധു ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും നോൺ ഡിവോട്ടീസ്. അപ്പോൾ അവർക്ക് ഭാഗവതം കൊടുത്താൽ ഭാഗവതം തന്നെ കൃഷ്ണ തന്നെയല്ല, ಅವ್ರನ್ನ ಸಾಧು ഉണ്ടാക്കും. അവർ ഡിവോട്ടീസാണ് ആയി മാറും. അസാധു സാധുത്വതായി അതി നീച്ചോച്ചതകര. അതി നീച്ച, അവർ ഏറ്റവും താഴെയുള്ളവരാണെങ്കിലും അതി ഉച്ച തരത്തിലാണ്. ഇപ്പോൾ ഒരു ബീഫ് കഴിക്കുന്നവരായിരിക്കും മലയാള ഇവിടെ കേരളദേശത്ത്, കുഴപ്പമില്ല, ഭാഗവതം അവർക്ക് കിട്ടിയാണെങ്കിൽ ഭാഗവതം തന്നെ അവർ അതി ഉച്ച ഡിവോട്ടി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഏറ്റവും വലിയ സർവീസാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിൽ, നച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃതമഃ ഭവിതാന ച മേ തസ്മാത് അന്യഃ പ്രിയകൃതമഃ. ഏത് ആൾക്കാർ എൻ്റെ ഈ ജ്ഞാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അവരാണ്. പിന്നെ ഭവിഷ്യത്തിൽ പോലെ അവർക്കാണ് ഇഷ്ടപ്പെട്ട ആൾ ആരുമില്ല. 12th ചാപ്റ്ററിൽ ഭഗവാൻ പറയും, ഇവരിഷ്ടമാണ് അവരിഷ്ടമാണ് ഞാൻ പ്രിയ അങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ 18th ചാപ്റ്ററിൽ ഭഗവാൻ പറയും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അതാണ് ഏത് ആൾക്കാർ ഭഗവത്ഗീത വിചരിക്കുന്നു. ഭഗവത്ഗീത വിചരിച്ചാലും ഭഗവാന് സന്തോഷമാണ്. പക്ഷെ ഭാഗവതമോ ഭഗവാന് തന്നെ കൊടുക്കുന്നില്ല.
അതുകൊണ്ട് ഏറ്റവും വലിയ സർവീസാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. നമ്മൾ പരീക്ഷിത് മഹാരാജിൻ്റെ പോലെ പ്രഭുപാദ് പറയും, പരീക്ഷിത് മഹാരാജിന് അറ്റ്ലീസ്റ്റ് 7 ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് 7 മിനിറ്റാണ് 7 സെക്കൻഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി എത്ര സീരിയസ് ആവണം, ഇനി എത്ര സീരിയസ് ആവണം. ഭാഗത്ത് പഠിക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പഠിക്കുന്നത് എന്താണ്? നമ്മൾ പ്യൂർ ഡിവോട്ടി ശീല പ്രഭുപാദിന്റെ അടുത്ത് നമ്മൾ ശ്രവണം ചെയ്യുന്നുണ്ട്. പഠിക്കുന്നത് മീൻസ് വി ആർ ഡൂയിങ് ശ്രവണം. അപ്പോൾ ശ്രവണം കറക്റ്റ് ശ്രവണമായിട്ടുണ്ടെങ്കിൽ അത് കീർത്തനാവും. അപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഞാൻ ഇത്ര എന്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എവ്രി ഡേ വായിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. എനിക്ക് മുക്കുട്ടുമാല സ്തോത്രത്തിൽ രാജകുലശേഖർ ആൾവാർ പറയുന്നു, ആശ്ചര്യമേതത്തി മനുഷ്യലോക്കെ സുധാം പരിത്യജ്യ വിഷം പിബന്തി. എനിക്ക് എത്ര ഒരു ആശ്ചര്യമാവുന്നുണ്ട്, ആൾക്കാർ ഈ സുധ വിട്ടിട്ട് അമൃതം വിട്ടിട്ട് വിഷം കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാൾ ഭാഗത്തും വായിക്കുന്നില്ല, അവരെല്ലാവരും വിഷം കുടിക്കുകയാണ്. ഞാൻ ട്രെയിനിൽ വരുമായിരുന്നു, അപ്പോൾ രാവിലെ ഓരോരോ സീറ്റിൽ ഓരോരോ ന്യൂസ് പേപ്പർ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഈ ആൾക്കാരെല്ലാം എടുത്തിട്ട് വായിക്കുക ന്യൂസ് പേപ്പർ എല്ലാം തദ്വായസ തീർത്ഥം, തദ്വായസ തീർത്ഥം. കാക്ക കളിക്കുന്ന പ്ലേസാണ്, പക്ഷെ ഭാഗവതം പരമഹംസർ ഇരിക്കുന്ന പ്ലേസാണ്. അപ്പോൾ നമ്മുടെ ഭാഗവതം എപ്പോൾ നിങ്ങൾ ഭാഗവതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അപ്പോൾ ഈ പേപ്പറെല്ലാം പോകും. ഏത് വീട്ടിലേക്ക് ഭാഗവതം പോകും, അവിടെ പേപ്പർ ന്യൂസ് പേപ്പർ വീട്ടും. നമ്മൾ ഭാഗത്ത് വായിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ എവരിഡേ നോക്കുന്നുണ്ടോ, ഇതിൽ എന്തായാലും കിട്ടും, ഇതിൽ എന്തായാലും കിട്ടും. ഭാഗത്ത് വായിച്ചിട്ടുണ്ട്. ഭക്തസിദ്ധാന്ത സരസ്വതി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിശ്വത്തിൽ എല്ലാ ബുക്സ് നമ്മുടെ ബർണിങ്ങിന് എന്താ പറയാം, കത്തിക്കുകയാണെങ്കിലോ ജസ്റ്റ് ഭാഗത്ത് മാത്രം ഉണ്ടെങ്കിൽ മതി, ഒരു ലോസും ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഭഗവാന്റെ കഥ. ഭാഗവതം ഇൻട്രൊഡക്ഷനിൽ പ്രഭുപാദ് പറയാണ്, ഭാഗവതം ഈസ് ദി ട്രാൻസ്ജെൻഡൽ അർജ് ഓഫ് ദി സോൾ. നമ്മുടെ ആത്മയ്ക്ക് വേണ്ടത് ഭാഗവതം തന്നെയാണ്. ഭാഗവതം ആത്മ ആശിക്കുന്നത് ഭാഗവതം തന്നെയാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയലി എത്ര ഐശ്വര്യം ഉണ്ടാക്കിയിട്ട്, ഒരു ചെറിയ കഥ പറയാം. ഒരു MBBS ചെയ്തിട്ട് ഭയങ്കര ബ്രില്യൻ്റാണ്, കാരണം ബാംഗ്ലൂരിലാണ്, BMC ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, അവിടെ MBBS ചെയ്തതാണ്. അത്ര ഷാർപ്പ് ബ്രില്യൻ്റ് പയ്യനായിരുന്നു. പിന്നെ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് PGന് വേണ്ടിയിട്ട് എയിംസിൽ റേഡിയോളജി സീറ്റ് കിട്ടി, ഫസ്റ്റ് റാങ്കാണ്. അപ്പോൾ എയിംസ് ഡൽഹിയിൽ നമ്പർ 1 ആണ്. ഇത് ഡോക്ടേഴ്സിനെല്ലാം ഡ്രീം പ്ലേസാണ്. അവിടെ റേഡിയോളജി സീറ്റ് കിട്ടി, ഫസ്റ്റ് റാങ്കാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4 months കഴിഞ്ഞിട്ട് 4th ഫ്ലോറിൽ അവിടെ എയിംസ് ഹോസ്പിറ്റലിൽ 4th ഫ്ലോറിൽ താഴെ ജമ്പ് ചെയ്തിട്ട് മരിച്ചു ആണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നാരദമുനി പറയാ, വേദവ്യാസന പോലെ 4 വേദങ്ങളെ എഴുതിയ ശേഷം 108 ഉപനിഷത്ത് എഴുതിയ ശേഷം മഹാഭാരത എഴുതിയ ശേഷം അവർ വേദാന്ത സൂത്ര എഴുതിയ ശേഷം പോലെ അവർക്ക് സംതൃപ്തി ഇല്ലായിരുന്നു. പിന്നെ ഭാഗവതം എഴുതിയ ശേഷം വേദവ്യാസമുനി പറയാ, രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാ, ശ്രീമദ് ഭാഗവത്തെ മഹാമുനികൃത്തെ കിംവാ പരേരീശ്വര. ശ്രീമദ് ഭാഗവത രചിച്ചിട്ടുണ്ടല്ലോ വേദവ്യാസമുനി, പിന്നെ വേറെ എന്താ വേണം? ഇത് മതി അങ്ങനെ വേദവ്യാസം തന്നെ പറയും. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് ഭഗവാൻ തന്നെ പറയുന്നതാണ് ഭാഗവത മതി, വേദവ്യാസർ തന്നെ പറയുന്നതാണ് ഭാഗവത മതി, ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ് കൃഷ്ണതുല്യ ഭാഗവത വിഭവ സർവാശ്രയ, എല്ലാവർക്കും ആശ്രയപ്പെടുത്തുന്നതാണ് ശ്രീമദ് ഭാഗവത. പ്രതി ശ്ലോക പ്രതി അക്ഷരം അനാർത്ഥത ഇത് ഭഗവാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ റിയലൈസേഷൻ വരും, രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഇനി വേറെ റിയലൈസേഷൻസ് വരും, മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഇനി ഒരു റിയലൈസേഷൻ. എപ്പോഴും നമ്മൾ ഇനി വായിക്കണം. 12ാമത്തെ സ്കന്ധ തീർക്കുമ്പോൾ എപ്പോൾ ഫസ്റ്റ് സ്കന്ധ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനത്തെ ഒരു ഉത്സാഹം. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാന് സർവാകർഷക്കാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ടാല അയ്യോ എത്ര പ്രാവശ്യം കണ്ടു മതി, അങ്ങനെ ആരായാലും പറയും.
അയ്യോ എത്ര നല്ല ദർശനമായിരുന്നു, ഭഗവാൻ എത്ര നന്നായിട്ട് ചിരിക്കായിരുന്നു, ഒന്നുകൂടി പോകണം അങ്ങനെ തോന്നും. അതേപോലെ ഭാഗവതം ഒരു പ്രാവശ്യം വായിച്ചാലോ ഇത് മതി എനിക്ക് കഥ അറിയും അങ്ങനെ 6 പറയും, പിന്നെ വായിക്കുക എത്ര ഭഗവാന് കൃഷ്ണ സർവാകർഷകമാണ്. അതേ ഭാഗവതത്തിന് രൂപത്തില് ഭഗവാൻ സർവാകർഷകമാണ്. നമ്മൾ ഗുരുവായൂരപ്പൻ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആകർഷണം വരും അല്ല? ഭഗവാൻ സർവാകർഷക തന്നെയാണ്, പക്ഷെ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ ആകർഷണം വരാം? അതേപോലെ ഭാഗവതം സർവാകർഷകമാണ്, പക്ഷെ നമ്മൾ തുറന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇത് ആകർഷണം. അതുകൊണ്ട് നമ്മൾ വളരെ 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 സീരിയസായിട്ടെടുത്താൽ ഇത് കലിയുഗ ഭക്തജീവിതത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. ഭാഗവതം എത്ര ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കും ഡിസ്കൗണ്ട് ഉണ്ട്, ഞാൻ പറയും കലിയുഗ ഭക്തജീവിതത്തിലെ ഹയസ്റ്റ് ഡിസ്കൗണ്ടാണ് ശ്രീമദ് ഭാഗവതം. ഈ ഡിസ്കൗണ്ട് എന്താ വേണം? നമുക്ക് ഓരോ യോഗ്യതയില്ല, അപ്പൊ നമുക്ക് ഇത്ര ഭാഗവതം രൂപത്തിൽ ഭഗവാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പൊ ഇതിനേക്കാളും ഡിസ്കൗണ്ട് എന്താ വേണം അല്ലേ? ഇത് വലിയ ഡിസ്കൗണ്ടാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മേടിക്കണം, ലേറ്റ് ചെയ്യണ്ട. ഭാഗവതത്തിൽ പ്രഹ്ലാദ് മഹാരാജ് പറയാണ് കൗമാരാചരിത്വാദ്യ ധർമാൻ ഭാഗവതാനി ദുർലഭം മനുഷ്യം ജന്മ തദപി അധ്രുവം അർത്ഥം. മനുഷ്യജന്മ ദുർലഭമാണ്. 5ാമത്തെ വയസ്സിൽ ഭാഗവതം വായിക്കണം. എത്ര വയസ്സ്? 34. 5 into 7. 5ാമത്തെ വയസ്സിൽ ഭാഗവതം മേടിക്കണം. ഇങ്ങനെ പറയുന്നതാണ് മനുഷ്യജന്മ ഭയങ്കര ദുർലഭമാണ്. തസ്യൈവ ഹേതുപ്രയത്യേന കോവിദോ ന ലഭ്യത്തെ യത് ഭ്രമകാമപര്യത കല്ലഭ്യത്തെ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരതമസ. ഭാഗവതം പറയുന്നതാണ് നമ്മളെ പ്രാരാബ്ധ കർമ്മ കൊണ്ട് ദുഃഖം തന്നെ വരുന്നതല്ലേ, ദുഃഖം തന്നെ വരുന്നതല്ലേ, അതേപോലെ സുഖം വരും. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നതിന് വേണ്ടിയിട്ട് ഭഗവാന് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഭാഗവതം നമ്മളെ 10th ശ്രമിച്ചിട്ട് പഠിച്ചു, 12th ശ്രമിച്ചിട്ട് പഠിച്ചു, ഏതോ ഡിഗ്രി ഇത്ര ശ്രമിച്ചിട്ട് പഠിച്ചു, എല്ലാം വേസ്റ്റാണ്. പക്ഷെ ഭാഗവതം നമ്മൾ ശരിക്കും ശ്രമിച്ചിട്ട് പഠിച്ചു. ഇപ്പോൾ സ്പെക്സ് ആർക്കായാലും വേണോ? വേണ്ടല്ലോ. ആരും ഇഷ്ടപ്പെട്ട് സ്പെക്സ് എടുക്കുന്നത് നമ്മളെ കർമ്മ കൊണ്ട് ഇത് വന്നു നമ്മൾ വെക്കണം. അതേപോലെ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് അത്ര ട്രൈ ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. നമ്മൾ എത്ര സുഖം ഉണ്ടെങ്കിലും ദുഃഖാലയം തന്നെയാണ്. ഒരു ദിവസം മരിക്കണം. വലിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം മരിക്കണം. ബെൻസ് കാറിൽ പോയാണെങ്കിലും ഒരു ദിവസം മരിക്കണം. ഗവൺമെൻറ് ബസ്സിൽ ട്രാവൽ ചെയ്യുവാണെങ്കിലും ഒരു ദിവസം മരിക്കണം. അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടെ ആവണം? ഭഗവാന് വേണ്ടിയിട്ട് തന്നെയാവണം. അത് വെച്ചിട്ട് വേറെ ഒന്നും നമ്മളെ ലക്ഷ്യം ഉണ്ടാവണം. ഇതാണ് എല്ലാ ഭാഗവത്തിൽ വരുന്ന എല്ലാ ഭക്തന്മാരുടെ ലക്ഷ്യം. അപ്പോൾ അവരുടെ അസോസിയേഷൻ നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് അതേ സ്പിരിറ്റ് വരും. ആരെന്തായാലും ചെയ്യട്ടെ, ഞാൻ ഭഗവാനെ സേവിക്കണം. ആരെന്തായാലും പറയണം ഈ മാതാജി എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ കുഴപ്പമില്ല. ഭഗവാന്റെ ഇഷ്ടമാണ്, പ്രഭുപാദരുടെ ഇഷ്ടമാണ്. വീട്ടിലുണ്ടോ? நாங்க பிரிச்சுட்டு வச்சிருக்கோம்.